ഈ അടുത്ത കാലത്ത് മറ്റേ ഒരു പെൺകുട്ടി ബസ്സിൽ പോയ സമയത്ത് അവളുടെ ദേഹത്ത് ടച്ച് ചെയ്ത ഒരു ഇൻസിഡന്റ് അല്ലേ, അവളത് വീഡിയോ എടുത്തിട്ടല്ലോ. അപ്പൊ എല്ലാവർക്കും അതൊരു തെളിവാണ്. ആക്ച്വലി അത്രയും നല്ലൊരു തെളിവാണ് അവൾ കൊടുത്തത്. ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പം ജുവലിന് അങ്ങനെ ഒരു സിറ്റുവേഷൻ വരുവാണെങ്കിൽ ജുവല് അപ്പൊ തന്നെ റിയാക്ട് ചെയ്യുമോ? ചിലപ്പോൾ പറ്റില്ല, എല്ലാവർക്കും പറ്റില്ല. എനിക്ക് ചിലപ്പം പറ്റില്ല. ഞാൻ കുറേ നേരം ഇങ്ങനെ നിൽക്കും. ഞാൻ ഇത്രയും വാദോരാത്ത സംസാരിക്കുന്ന ആളാണെങ്കിലും ഞാൻ കുറച്ചു നേരം ആലോചിക്കും ഇത് എന്താണ് ഈ ഒരു സിറ്റുവേഷൻ. പ്രത്യേകിച്ച് നമ്മളൊരു പബ്ലിക് പ്ലേസിലാണ്, പബ്ലിക് ട്രാൻസ്പോർട്ട് ബസ്സിലാണ്. അപ്പൊ ഈ സമയത്ത് നമ്മുടെ കൂടെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പം ബസ്സിൽ കയറിയിട്ടുണ്ടെങ്കിൽ ജുവലിന് അറിയാം, നമ്മളിപ്പോൾ ഒരാളോട് പ്രതികരിക്കുകയാണെങ്കിൽ സ്ത്രീകൾ ഉൾപ്പെടെ ചില സമയത്ത് നമുക്കെതിരാവും. ചിലപ്പോൾ മിണ്ടാതിരിക്കുന്ന മാത്രമല്ല എതിർത്തും പറയും, സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ. സ്ത്രീക്കെതിരാകുന്നത് കാണുമ്പോഴാണ് ഭയങ്കര ചങ്കില് വേദന വരുന്നത്, ചങ്ക് പൊട്ടുന്നത് അവിടെയാണ്. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളുടെയൊക്കെ അടിയിൽ ഒരു സ്ത്രീയുടെ മെസ്സേജ്, അതായത് ഒരു കമന്റ് കാണുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും എന്തിനാണ് സ്ത്രീയായിട്ട് ജനിച്ചത്, എന്തിനാന്ന് വിചാരിക്കും. അറ്റ്ലീസ്റ്റ് പുരുഷന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു സപ്പോർട്ട് ചില സമയത്തൊക്കെ ഉണ്ടാവും. ഇത് അതുപോലും ചില സമയത്ത് ചില ആൾക്കാർ കൊടുക്കില്ല. അപ്പം നമ്മൾക്കെതിരായിട്ട് ഈ ബസ്സിലിരിക്കുന്നവർ മുഴുവനും തിരിയുന്ന സിറ്റുവേഷനും വരും. അപ്പൊ ഈ കുട്ടി അധികം ആളൊന്നും ഇല്ലാത്തൊരു ബസ്സിലാണ് ഇരിക്കുന്നത്. ഇതിന് അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നവർക്ക് അറിയില്ല ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന്.